ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയൊരു ഗെയിം റിവ്യൂ ചെയ്യാൻ വന്നതാണ്. പുതിയൊരു ഗെയിം എന്ന് പറയുമ്പം ഈ ഒരു ഗെയിം പുതിയതൊന്നും അല്ല, ഞാൻ പണ്ട് കളിക്കുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതായിട്ട് തോന്നാം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എക്സാക്റ്റ് പറഞ്ഞാൽ ഈ ഒരു ഗെയിം ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഒരു അപരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൊണ്ട് ഞാൻ കവിളിൽ കറുത്തു മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. ക്ലാഷ് ഓഫ് ലെജൻഡ്സ് മൊബൈൽ ഹീറോസ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അതൊക്കെ ഈ വീഡിയോ പറയാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം വീഡിയോയിലിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫിയർലെസ് മെഡൽ ഇതാണ് എൻ്റെ യൂസർ നെയിം. പണ്ട് എനിക്ക് 3 യൂസർ നെയിം ഉണ്ടായിരുന്നു: ഡാർക്ക് ഡൗൺ, ഡിസ്ട്രക്റ്റീവ് ഗ്രേ, ഫിയർലെസ് മെഡൽ. അപ്പോൾ ഫിയർലെസ് മെഡലാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഗെയിമിലേക്ക് പോവാം. ഗെയിമിൻ്റെ സൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു 200 MB താഴെയാണെന്ന് തോന്നുന്നു സൈസ്. എക്സാക്റ്റ് പറഞ്ഞാൽ 190 ആ ഒരു സംതിങ് MB ഉള്ളൂ ഗെയിമിന്. പിന്നെ അഡീഷണൽ ഫയലൊന്നും ഇല്ല. എക്സാക്റ്റ് 60 MB തന്നെയാണ് ഈ ഗെയിമിനോട് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇൻ്റർഫേസ്. കണ്ടോ, ക്ലാഷ് ഓഫ് ക്ലാൻസ് എങ്ങനെയാണോ അതാണ് ഈ ഒരു ഗെയിമിനെ കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതായത് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഇപ്പം ട്രൂപ്സും ഹീറോസും ഒക്കെ ഉണ്ട്. ബാർബറി കിങ്ങും, ആർച്ചർ ക്യൂന്, റോയൽ ചാമ്പ്യൻ, മൈൻ പ്രിൻസ് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് സെയിം ഹീറോസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അതുപോലെയല്ല. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ് അത്തീന, ഇഗ്നിക്കോ, ഗേൽ ക്യൂൻ, ഡാർക്ക് നൈറ്റ്, എ സ്നൈപ്പർ. ഒരു ഡിഫറെൻ്റ് ഒരു അത്തീന എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും സിംഗിൾ സീരീസ് കണ്ടവർക്കറിയാം. അത്തീന എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ അതുപോലെ ഡാർക്ക് നൈറ്റ്, DC ഒക്കെ കാണുന്നവർക്കറിയാം ഡാർക്ക് നൈറ്റും. പിന്നെ ഇഗ്നിക്കോ, അത് വേറെ വേറെ സൂപ്പർ ഹീറോ ഒക്കെ അറിയില്ലേ, മാർവൽ, DC അങ്ങനെയുള്ള ഫുള്ളായിട്ടല്ലേ. അതിൽ നിന്ന് കൊത്തി എടുത്ത സൂപ്പർ ഹീറോസ് ആണ് അതിനകത്തുള്ളത്. അയൺമാനൊക്കെ ഉണ്ട്, തോറുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് ലെവലിൽ പോകണം, അല്ലെങ്കിൽ വിഷിംഗ് ബോർഡ് വരി കിട്ടണം. വിഷിംഗ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് കൊടുത്തിട്ട് ഇപ്പം 1450 ഡയമണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് സൂപ്പർ ഹീറോ ഒരു സ്പിന്ന് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ 25,000 ഒരു കോയിൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഡെയിലി ക്യൂസ്റ്റൊക്കെ. ഞാൻ ഇന്ന് നല്ലപോലെ ഒന്ന് കളിച്ച ഗെയിമാണ്. ഓക്കെ, നല്ലപോലെ കളിച്ചു. ഭയങ്കര ലോഡിങ് ആണ് എല്ലാത്തിനൊക്കെ. ഓക്കെ, ഇത് നല്ല നെറ്റുമാണ്. നെറ്റ് പോയി കഴിഞ്ഞാൽ ഗെയിം തീർന്നു. ഇങ്ങനെ ക്ലാഷ് ക്ലാൻസിന് അത്ര നെറ്റുമാണ് ഈ ഗെയിമിന് കേട്ടോ. പക്ഷെ ലോഡിങ്ങിന് സെയിം തന്നെ. ഇത്തിരി നെറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഗെയിം കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ഈ ക്ലാഷ് ക്ലാൻസിലൊക്കെ വാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ ജസ്റ്റ് ഒരു മൾട്ടിപ്ലെയർ ബാറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നെറ്റ് കട്ടായി കഴിഞ്ഞാൽ ഒരു നെറ്റിൻ്റെ റേഞ്ച് കുറഞ്ഞു കഴിഞ്ഞാൽ റീട്രൈ എന്നാണ് അടിച്ച് വീണ്ടും അതിൻ്റെ പേരും. അതൊരു നമുക്കൊരു സത്യം പറഞ്ഞാൽ ഫോൺ എടുത്ത് പൊട്ടിക്കാൻ തോന്നുന്നു. ആ ഒരു സംഭവമാണ്. ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ലൂട്ടെല്ലാം പറക്കി ഒരു സ്റ്റാർ ഇപ്പോൾ 99% ക്ലാഷ് ക്ലാൻസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു 100 സ്റ്റാർ അടിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ നെറ്റ് കട്ടാവും. പിന്നെ വീണ്ടും ലോഡിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഗെയിമിനുണ്ട്. പിന്നെ ഈ ഒരു ഗെയിമിനെ പറ്റി പറയാൻ കഴിഞ്ഞാൽ ക്ലാഷ് ക്ലാൻസ് സിമിലായിട്ട് തോന്നുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, കാനോണുണ്ട്. പിന്നെ അതായത് ഒരു വില്ലേജിനകത്ത് കുറേ ഡിഫൻസ് ഉണ്ട്. പിന്നെ ഹീറോസിന് താമസിക്കാൻ പറ്റിയ ഇടമുണ്ട്. പിന്നെ അവിടെ മൈനിങ് ചെയ്യാൻ ഗോൾഡ് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഡയമണ്ട്സ് ഉണ്ട്. പിന്നെ ട്രീസ് വളരും. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ടീം, വേറെ വില്ലേജ് നമ്മുടെ വില്ലേജിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ എന്താണ് അത് കുറേ ഡിഫൻസ്. പിന്നെ ഇൻഫെർണോ, ക്ലാഷ് ക്ലാൻസ് ഇൻഫെർണോ ആണ് ഇതിനകത്ത്. പാർട്ടിക്കൽ ടവറോ, പിന്നെ സ്നൈപ്പർ ടവർ, മറ്റേ അവിടെ ആർച്ചർ ടവർ. പിന്നെ കനോൺ ഉണ്ട്, അവിടെയും സെയിം ആണ് കനോൺ. പക്ഷെ കനോൺ ഷേപ്പൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് ടെസ്ല എന്ന് പറയുമ്പം ടൗൺ ഹാൾ 15 or 16 ആണെന്ന് തോന്നും ഒരു സംഭവം കിട്ടും. ഇത് എക്സാക്റ്റ് ഇതൊന്നും അല്ല, പക്ഷെ ഒരു എർത്തുമാൻ സംഭവമുണ്ട്. പിന്നെ ഈ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതുണ്ടാവും ബാറ്ററി ആയിട്ട്, അതും ഹൈ ലെവൽ ഓഫ് ക്ലാഷ്. പക്ഷേ ഇവിടെ മുമ്പേ കിട്ടുന്നുണ്ട്. പിന്നെ അവഞ്ചേഴ്സിൻ്റെ ഒരു ലോഗോ, മാർവലിൻ്റെ ഒക്കെ അങ്ങനെ ലോഗോ ഉണ്ട്. പിന്നെ ഗോൾഡ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ടും ഇതിനകത്ത് കമാൻഡ് ലെവലാണ്. ഓക്കെ, മറ്റേ അവിടെ ടൗൺ ഹാൾ ലെവൽ, ഇവിടെ കമാൻഡ് ലെവൽ. അപ്പോൾ ഞാൻ കമാൻഡ് ലെവൽ 7 ആണ്. ഞാൻ അന്ന് ഇപ്പോൾ 7 ആണെന്ന് തോന്നുന്നു. 7 മാക്സ് ആയില്ല, 6 മാക്സ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി. ഞാൻ ചുമ്മാ വെറുതെ കളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 6 ആവാൻ വേണ്ടി ഞാൻ 10 കഴിഞ്ഞ് വെക്കേഷൻ എടുത്തത് 10+1 10+1 എന്നെടുത്തത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 വർഷം. +2 തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഫോണൊക്കെ പോയായിരുന്നു. ഓക്കെ, അന്നാണ് ചതി കളഞ്ഞത്. അപ്പോൾ ഫോൺ പോയായിരുന്നു, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു കംപ്ലൈൻറ്റ് ആയെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ ഗെയിം കളിക്കാറ് പഴയ സാംസങ് J2 ആയിരുന്നു. അപ്പോൾ 2 വർഷം. ഓക്കെ, 2 വർഷമാണ് ഈ ഗെയിം എക്സാക്റ്റ് അപ്രോക്സിമേറ്റ് 2 വർഷമാണ് ഈ ഗെയിം കളിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് 2 വർഷം കൊണ്ടാണ് 6 ആക്കിയത്. പക്ഷേ ക്ലാഷ് ഓഫ് ക്ലാൻസ് വെച്ച് പണ്ട് നമുക്ക് ഭയങ്കര പാടായിരുന്നു ടൗൺ ഹാൾ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ. 3 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2, 6, 5 മാസം എടുക്കും.
ടൗൺ ഹാൾ 3 ഒക്കെ. പക്ഷേ ഇപ്പം നല്ല ഇപ്പം ഞാൻ ഒരു ക്ലാഷ് ക്ലാൻസിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി, 3ാമത്തെ അക്കൗണ്ട്. എനിക്ക് ബോറടിച്ചാൽ തുടങ്ങിയത്, ചുമ്മാ ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ്. പക്ഷേ ടൗൺ ഹാൾ 7 ആക്കാൻ 2 ആഴ്ച ഉണ്ട്. 6 മാക്സ് 7 കയറിയില്ല, അത് 2 ആഴ്ച. ഇപ്പം ചിലവരൊക്കെ ഒരാഴ്ച കൊണ്ടാക്കുന്നുണ്ട് ടൗൺ ഹാൾ 7. ഇപ്പോൾ ടൗൺ ഹാൾ 10 ഒക്കെ പണ്ട് എത്ര വർഷം എന്നറിയാം, നിങ്ങൾക്ക് ഓൾഡ് പ്ലേസിന് അറിയാമല്ലോ. ഇപ്പോൾ ടൗൺ ഹാൾ 10 ക്ലാഷ് ഓഫ് ക്ലാൻസിൽ 1.5 മാസം കൊണ്ട് മാക്സൊക്കെ എടുക്കാൻ പറ്റും, ട്രൂപ്സും ഹീറോസും. നല്ല ചോദിക്കും. അപ്പോൾ ഗെയിം ഉണ്ട് പെട്ടെന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നു പണ്ടേ തൊട്ട് അത് വേണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു പഴയ ആ ലോഡിങ് ടൈം. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ട്രെയിനിങ് ടൈം ഉണ്ട്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഹീറോസിന് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുക, വേറെ ബേസിന് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്ന എന്താണ് ഡയമണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര സമയം. പക്ഷേ വലിയ സമയമൊന്നുമില്ല, 3-4 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ട്രെയിനായി കിട്ടും. അങ്ങനത്തെ ഗുണം ഇതിനകത്തുണ്ട്. ക്ലാഷ് ക്ലാൻസിൽ നമ്മൾ അറിയാമല്ലോ, ക്ലാഷ് ക്ലാൻസിൽ ഇത് മണിക്കൂറുകളോളം ട്രെയിനിങ് ഉണ്ട്, സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗെയിമിനെ പറ്റി ഉള്ളത്. പിന്നെ അപ്ഗ്രേഡ് ടൈമൊക്കെ ക്ലാഷ് ഓഫ് ക്ലാൻസിനെ സംബന്ധിച്ച് കുറവാണ്. ഇതിനകത്ത് 21 മണിക്കൂർ ഉണ്ടാക്കാം. ക്ലാഷ് ഓഫ് ക്ലാൻസിലൊക്കെ ആണെങ്കിൽ ഗോൾഡ് മൈനൊക്കെ എനിക്ക് തോന്നുന്നു ലെവൽ 7 എനിക്ക് തോന്നുന്നു എക്സാക്റ്റ് 1 ഡേ എടുക്കും തോന്നുന്നു, 1 ഡേ എടുക്കുന്നു. പക്ഷേ ഇതിനകത്ത് 23 ഹവറും ഏകദേശം 1 ഡേ എടുത്താണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്ഗ്രേഡ് ടൈമും ട്രെയിനിങ് ടൈമും ഒക്കെ. ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സിമ്പിൾ കഴിഞ്ഞ് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് വേറെ ഹീറോസിൻ്റെ പവറും 21 കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനേക്ക് നല്ല ലെവൽ കൂടും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിനകത്തുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കണ്ടോ, അപ്പം EXP ഉണ്ട്, EXP കൂടുമ്പോൾ എന്താണ് 1500. അപ്പം ഉണ്ടോ കൂടിയുണ്ടോ 4930 ആയുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഗെയിമിന്. അപ്പോൾ ഞാനൊരു അറ്റാക്ക് കാണിച്ചാണ് ഈ ഗെയിമിൻ്റെ സംഭവം. പിന്നെ അറ്റാക്ക് ചെയ്യാൻ നല്ല പാടാണ്. ഇപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസിലെ പോലെ നമുക്ക് 1 സ്റ്റാർ എങ്കിലും പ്രതീക്ഷിക്കും. പക്ഷേ ഇതിൻ്റെ അങ്ങനെ 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ കാര്യം ഇതിനകത്തില്ല. ഇതിനകത്ത് ആദ്യം നമ്മൾ ഈ ഹീറോസ് പോകുന്നുണ്ടാ അറിയാലോ, അറ്റാക്കിലൊക്കെ നമുക്ക് എന്തായാലും ഒരു സിമ്പിൾ അറ്റാക്ക് ചെയ്യാം. ഞാൻ 3 സ്റ്റാർ അടിച്ചിട്ട് അറ്റാക്ക് മതി കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുമല്ലോ എനിക്ക്. ഓക്കെ, ചലഞ്ച്. ഇപ്പോൾ നമ്മൾ തോറനൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, ഇന്നത്തെ അവഞ്ചേഴ്സിന് സംഭവം കിട്ടും, പക്ഷേ ഹയർ ലെവൽ വേണം. ഓക്കെ, ഇതാണ് നമ്മൾ അറ്റാക്ക് ചെയ്യണ ബേസ്. ഓക്കെ, കണ്ടോ ക്ലാഷ് ഓഫ് ക്ലാൻസിനും സെയിം ഒരു വാർ ബേസ് ആണ്, അത് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇറക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആദ്യം ഇറക്കേണ്ടത് നല്ല പവർ ഓവർ ഹീറോ ആയിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ ഇടാൻ കുഴപ്പമില്ല. പക്ഷേ ഞാൻ എടുക്കുന്ന കാരണം ആദ്യം പവർ ഓവർ ഹീറോ എന്ന് ഇറക്കും, എന്നിട്ട് ഒരൊറ്റ നമുക്ക് തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സ്നൈപ്പറില്ലേ, ഇവനെന്ന് പറഞ്ഞാൽ സ്നൈപ്പർ, അത് ദൂരെ നിന്നിട്ട് ഇവൻ്റെ പുറത്ത് പറഞ്ഞാൽ ദൂരെ നിന്നിട്ട് അടിച്ചിടും. അത് കാരണം എന്താണ്, അവന് റേഞ്ച് വേറെ ഡിഫൻസ് റേഞ്ച് ചെയ്തിട്ട് പോകത്തില്ല. എത്തിയില്ലെങ്കിൽ പുറത്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് അറ്റാക്ക്, എനിക്കൊന്നെ കാണാം. പിന്നെ നമ്മുടെ ഇഗ്നിക്കോയിടാം. ഇതാണ് നമ്മുടെ ടൗൺ ഹാളിലെ കമാൻഡർ ലെവൽ, മറന്നു വെപ്പില്ല കമാൻഡർ ലെവൽ. ഓക്കെ, നമ്മളെ ക്ലാഷ് ഓഫ് ക്ലാൻസ് വന്നുകൊണ്ട് ഞാനിപ്പോഴും ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിം. ഓക്കെ, അറ്റാക്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ വേറെ കാര്യങ്ങൾ, പിന്നെ ക്ലാനൊക്കെ തുടങ്ങാൻ പറ്റും. ഇപ്പം ഞാൻ ഏതൊരു ക്ലാനിലാണ്, നമുക്ക് വേൾഡ് ചാറ്റ് എന്നാണ് സംഭവം. വേൾഡ് ചാറ്റ് ഉണ്ട്, അത് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഇല്ല. അത് ഉടനെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഗെയിമിനെ പറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കളിച്ചിട്ടുള്ള ആളാണ്, അപ്പം എനിക്കിനി ഇത് കളിച്ച് തുടങ്ങണം. അപ്പോൾ പക്ഷേ ഒടുക്കത്തെ പൈസ എല്ലാത്തിനും കേട്ടോ, അത് ഭയങ്കര ഒരു ഇതുണ്ടോ ലെവൽ 6 ക്ലാഷ് ക്ലാൻസ് ഇത്രയും പൈസ ഇല്ലെന്ന്. പക്ഷേ ഇങ്ങനത്തെ ഒടുക്കത്തെ കാശ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതാണ് ഈ ഗെയിമിന് ഇത്രയും ട്രെയിനിങ് ടൈമും ഉണ്ട്, പിന്നെ ഒടുക്കത്തെ കാശാണ് എല്ലാത്തിനും. അങ്ങനെ ഒരു ഇതിനകത്തുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ പറയാനൊന്നും ഇല്ല. ഒരു ഡയമണ്ട് അങ്ങനെ. പിന്നെ ഇതാണ് പവർ സ്റ്റോൺ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കോണേ, അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഹീറോസിന് മറ്റേ ആക്റ്റീവ് സ്കില്ല് കൂട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗെയിമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റി പറയാൻ എന്താ, നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ക്ലാഷ് ക്ലാൻസിന് കോപ്പി ആയിട്ട് തോന്നിയോ, അതോ ഈ ഗെയിമിന് വേറെ യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോൾ 4.5 സ്റ്റാർ പ്ലസ് റേറ്റിംഗ് ഉണ്ട് കേട്ടോ ഗെയിമിന്. പിന്നെ അത് മാത്രമല്ല, പക്ഷേ ഡൗൺലോഡ്സ് വളരെ കുറവാണ്, 5 lakhs പ്ലസ് ഡൗൺലോഡ്സേ ഉള്ളൂ. കമ്പയർ ടു ക്ലാഷ് ക്ലാൻസ് വളരെ വളരെ കുറവാണ്. ക്ലാഷ് ക്ലാൻസ് ഇത്ര 10 മില്യണോ അത്ര അങ്ങനെ ഉണ്ടല്ലോ, ക്ഷീണത് അത്ര ഇല്ല. 5 lakhs 10 മില്യൺ ആക്കാൻ നോക്കിയാണ്. അപ്പോൾ അതാണ് ഈ ഗെയിമിനെ പറ്റി പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാം.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.